ഹായ് ഫ്രണ്ട്സ്, സിമ്പിൾ ടിപ്പ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എപ്പോഴും നമ്മളുടെ അടുക്കളയിലെ ജോലി എത്ര എളുപ്പമാക്കാൻ പറ്റുമോ അത്ര ആക്കണം എന്നാണ് എല്ലാ സ്ത്രീകളെയും ആഗ്രഹം. അപ്പം ഞാൻ നമ്മൾ യൂട്യൂബിലെ ഇപ്പോൾ ഒന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുക്കർ ചപ്പാത്തി ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു എന്ന് നമ്മളതൊന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ശരിയായിട്ടുള്ള റിവ്യൂ ആണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അത് ചെയ്തിട്ട് എൻ്റെ അനുഭവം എന്താണെന്നും അതുകൊണ്ട് എനിക്കുണ്ടായ നഷ്ടമാണോ ലാഭമാണോ ഇതെല്ലാം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ എളുപ്പത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണ്ടേ, അതുകൊണ്ടാണ്. അപ്പം ഞാനൊരു 250 ഗ്രാം ഗോതമ്പ് പൊടിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തപ്പോൾ 1 കിലോ പൊടിയിലാണ് ഞാൻ ചെയ്തത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. അപ്പം അതിലേക്ക് ഉപ്പും ഒരു നുള്ള് പഞ്ചസാരയും 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നേരിയ ചൂടുവെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വളരെ സോഫ്റ്റും ആയിരിക്കും, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ നെയ്യും കൂടെ ഒഴിക്കുന്നതുകൊണ്ട് എത്ര ഇരുന്നാലും അത് വളരെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അടുത്തായിട്ട് 2 മിനിറ്റ് കൊണ്ട് നമുക്കൊരു കിഴങ്ങ് കറി, അത് ഒരു 2 വലിയ കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് നമ്മൾ പിന്നീടാണ് ഇടുന്നത് കേട്ടോ. അതൊന്ന് 2 വിസിൽ വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് അപ്പോഴത്തേക്കും നമ്മൾ വിസിൽ വന്നു. അത് ഈ ഉരുളക്കിഴങ്ങ് ചട്ടിയിലേക്ക് ഇട്ട് നുള്ളുപ്പ് ഇട്ട് കൊടുത്ത് നമ്മളുടെ കറി റെഡിയായി. 2 മിനിറ്റ് എടുക്കുള്ളൂ, ഒരു പ്രയാസവും ഇല്ല. നമുക്ക് ഹറിബറി ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു കറി ചപ്പാത്തിയുമായിട്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ സമയം ഞാനൊന്ന് ഈ പൊടി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കത് ഉരുളയായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൊടി മൂടി വെക്കണം കേട്ടോ. നമ്മൾ എടുത്താൽ അത് മൂടി വെക്കണം, അതിൻ്റെ സോഫ്റ്റ് നിലനിർത്താൻ വേണ്ടിയാണ്. ഞാനത് ചപ്പാത്തി ഇതുപോലെ ഞാൻ പാനിൽ ചുട്ട് കാണിക്കുന്നുണ്ട്. നല്ല പൊങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ 1 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ഒരു ചപ്പാത്തി ഇതുപോലെ കുഴച്ചിട്ട് നമുക്ക് ഒരു ഹാഫ് വേവിൽ ഞാനിത് കാണിച്ചു തരുന്നുണ്ട്. ഒരു ചൂട് വരുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് നമുക്കത് എടുത്ത് വെക്കാം. നമുക്ക് ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ അല്ലെങ്കിൽ നമുക്ക് സിപ്ലോക്ക് ബാഗിലോ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മാസം വരെയും നമുക്ക് ചപ്പാത്തി റെഡി ടു മേക്ക് അങ്ങനെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതാകുമ്പോൾ നമ്മൾ വിശ്വസിച്ച് നമുക്ക് കഴിക്കാത്തേ കണ്ടില്ലേ. ഇതുപോലെ നമ്മൾ ചുട്ടെടുക്കുക. ഇത്രയും വേവിച്ചാൽ മതി കേട്ടോ. ഇത്രയും വേവിച്ചതിന് ശേഷം നമുക്ക് ഇത് ചൂടാറാൻ എടുത്ത് വെക്കണം. ഒരിക്കലും ഒന്നിൻ്റെ മേലെ ഒന്ന് ചൂടോടുകൂടി വെക്കരുത്. ഒരു മുറത്തിലോ എവിടെയെങ്കിലും വേറെ വേറെ സെപ്പറേറ്റ് ഇട്ട് അത് ചൂടാറിയതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ ഇരിക്കും. ഇത് നമുക്ക് 1 മാസം വരെ ഫ്രീസറിൽ ഉപയോഗിച്ചാൽ യാതൊരു കേടുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ചുട്ടെടുത്താൽ ഫ്രഷായിട്ട് നമ്മൾ കുഴച്ച് അപ്പം ഉണ്ടാക്കിയതുപോലെ ഇരിക്കും കേട്ടോ. നമ്മൾ പൊടി കുഴച്ച അപ്പം തന്നെ ഉണ്ടാക്കില്ല, അതുപോലെ ഇരിക്കും. സൂപ്പറാണ്. ആരും പറയില്ല നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചതാണെന്ന്. ജോലിക്കാരാണെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് രാത്രി ചപ്പാത്തി കഴിക്കുന്നവരായിരിക്കുമല്ലോ മിക്കവരും, അതെടുത്ത് അങ്ങോട്ട് ചുട്ടാൽ മതി. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. വളരെ യൂസ്ഫുൾ എന്ന് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതെങ്ങനെയാണ് ചെയ്തത്, അതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് പല അസുഖങ്ങളും വരുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മളെ ഫാമിലി ഏറ്റവും വലുതല്ലേ. ഇതിപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ച ഒരു ചപ്പാത്തി അരമണിക്കൂർ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചുട്ട് കാണിച്ചു തരുന്ന കേട്ടോ. സെയിം നമ്മൾ സാധാ ചപ്പാത്തി ചുടുന്നത് പോലെ തന്നെ നമുക്ക് ചുട്ട് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് കുക്കറിൽ 50 ചപ്പാത്തി വരെയും ചെയ്യാം. ആ ഒരു ക്യാപ്ഷൻ കണ്ടു ഞാനും അതുപോലെ തന്നെ ഗസ്റ്റ് വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ ചപ്പാത്തി പരത്തി, ഞാൻ പരത്തുന്നൊന്നും കാണിച്ചിട്ടില്ല. ചപ്പാത്തി പരത്തി ഇതുപോലെ പൊടിയൊക്കെ ഇട്ട് ഞാനിപ്പം കുക്കറിലേക്ക് വെക്കാനായിട്ട് ഓരോന്ന് അടുക്കി വെക്കുകയാണ് കേട്ടോ.
ഇത് എല്ലാവരും അവസാനം വരെയും കാണുക, എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്. നല്ലപോലെ പൊടിയൊക്കെ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ അങ്ങനെയാണ് പറയുന്നത്, നല്ലപോലെ പൊടി തട്ടി കൊടുക്കണം, അതുപോലെ തന്നെ വളരെ നൈസാക്കരുത്. ഇതൊക്കെ ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്ത്, ഗസ്റ്റ് വരുന്നതല്ലേ, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. അപ്പം ഞാൻ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നേരിയ തീയിൽ ഒരു വിസിൽ വരുന്നത് വരെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലൊക്കെ വന്ന് അതൊക്കെ മാറി അത് മാറ്റിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സമൂസ ഷീറ്റിൽ ആ ഒരു ഷീറ്റ് നമുക്ക് കഴിക്കുന്നവരുണ്ടെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ ഇത് പറ്റില്ല. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. ഇത് നമുക്ക് ചപ്പാത്തി ചുട്ടതാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്കറിയില്ല അവരെന്ത് ഇതിലാണ് നമുക്ക് അറ്റ് ടൈം 50 ചപ്പാത്തി ഉണ്ടാക്കാം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വളരെ എനിക്ക് 8ൻ്റെ പണി എന്ന് പറയണ പോലെ പണി കിട്ടി, രണ്ടാമത് ഉണ്ടാക്കേണ്ടത് ആയിട്ട് വന്നു. കണ്ടില്ലേ, ഏറ്റവും അടിയിലായിട്ടുള്ള ചപ്പാത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇതേപോലെ ഇരുന്നു, അതിൽ നിന്നും ഒന്ന് വിട്ടുപോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് 2 ചപ്പാത്തി ഇതിൽ നിന്നും ഞാൻ അടർത്തിയെടുത്ത് അത് ചുട്ടപ്പോൾ മറ്റേ ചപ്പാത്തി പോലെ തന്നെ അത് നമ്മളുടെ കുഴച്ചെടുത്തതിൻ്റെ അതിൽ നമ്മൾ ചേർത്ത നെയ്യും നമ്മൾ ആ ഒരു രീതിയിൽ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തത് കൊണ്ട് നമ്മൾ പിന്നീട് 2 ചപ്പാത്തി മാത്രമേ ഇതിൽ നിന്ന് കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം കാണിക്കുമ്പോൾ അത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ കാണിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട്. ഞാനൊരു ഗസ്റ്റ് വന്ന സമയത്ത് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് വളരെ വിഷമം തോന്നി. വേണ്ടായിരുന്നു എന്ന് വെച്ചാൽ രണ്ടാമത് ഞാൻ പിന്നെ വേറെ കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥ വന്നു. ചപ്പാത്തി മാറ്റി വേറൊരു ഡിഷ് ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നു. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു 2 ചപ്പാത്തി ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. മറ്റേ ചപ്പാത്തിൻ്റെ അത്രയും അങ്ങോട്ട് പൊങ്ങി വന്നില്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അത് 2 ചപ്പാത്തി ഇതുപോലെ അടർത്തി എടുത്തതിൻ്റെ പാട് നമുക്കറിയാം. അപ്പം പറയുന്ന കാര്യങ്ങൾ ജെന്യുവനായിട്ട് പറയുക. എല്ലാവരും ചെയ്തു നോക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല രീതിയിൽ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനൊരു ന്യൂ യൂട്യൂബറാണ്, എല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ജെന്യുവനായിട്ടുള്ള നല്ല നിങ്ങൾക്ക് സ്ത്രീകൾക്ക് വളരെ വളരെ ഉപകാരപ്രദമായ പല വീഡിയോസും ഞാൻ ചെയ്യാനിരിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു കിടിലം വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.